ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ കുഞ്ഞുണ്ണി കവിതകൾ എന്ന പാഠഭാഗമാണ്. ഈ കവിതയിലൂടെ പ്രകൃതിയുടെ കാഴ്ചകളും ഉണ്ണായി വാര്യരുടെ ചരിത്രവും ജീവിത പാഠങ്ങളും വരെ വളരെ ലളിതമായ രീതിയിൽ കവി നമ്മളിലേക്ക് എത്തിക്കുന്നു. സ്വയം കണ്ടെത്തലും വിവാഹ ജീവിതത്തിലെ മുൻകരുതലുകളും മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എല്ലാമാണ് ഈ കവിതയുടെ പ്രധാന ആശയം. കവിതയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഈ കവിത എഴുതിയ കവിയെ ഒന്ന് പരിചയപ്പെടാം. കുഞ്ഞുണ്ണി മാഷ് മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ കവിയും അധ്യാപകനുമായിരുന്നു. 1927 മെയ് 10 തൃശൂർ ജില്ലയിലെ വലപ്പാട്ടാണ് അദ്ദേഹം ജനിച്ചത്. വളരെ ലളിതവും എന്നാൽ ആഴമേറിയ ചിന്തകൾ നിറഞ്ഞതുമായ ചെറിയ വരികളിലൂടെയാണ് അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത്. കോഴിക്കോട് ശ്രീകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ ദീർഘകാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ലളിതമായ ജീവിതശൈലിയും ദാർശനികമായ കവിതകളും കൊണ്ട് ശ്രദ്ധേയനായി. കുട്ടികളുടെ സാഹിത്യത്തിലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ കുട്ടികളുടെ പദ്ധതിയിലൂടെയും അദ്ദേഹം പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. 2006 മാർച്ച് 26 അദ്ദേഹം അന്തരിച്ചു. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. കവിതയിലെ വരികൾ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ഇവിടെ കവിത 4 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിലെ ഓരോ ഭാഗവും നമുക്ക് പരിചയപ്പെടാം. ഓരോ ഭാഗവും വളരെ രസകരമായ കാര്യങ്ങളാണ് നമ്മോട് പറയുന്നത്. നമുക്ക് ആദ്യ ഭാഗത്ത് നിന്ന് തുടങ്ങാം. മാനത്തു മിന്നണത് എന്താണ്ടോ അത് മാക്കാച്ചി തവളയുടെ കണ്ണാണ്ടോ, നീറ്റിൽ കിടക്കണത് എന്താണ്ടോ അത് മാനത്തെ മാണിക്യ മുത്താണ്ടോ, പെണ്ണെന്നു പറയണത് എന്താണ്ടോ അത് പൊന്നിന്റെ മറ്റൊരു രൂപാണ്ടോ, പൊന്നെന്നു പറയണത് എന്താണ്ടോ അത് മണ്ണിന്റെ കട്ടച്ച ചോരാണ്ടോ, ഞാനെന്നു പറയണത് ആരാണ്ടോ അത് തന്നെ അറിയാത്തൊരാളാണ്ടോ, താനിതു പറയുന്നവരാരാണ്ടോ ഇത് താനാരോ പാടണ ഒരാളാണ്ടോ. ഇവിടെ എന്താണ് കവി ചോദിക്കുന്നത്? ആകാശത്ത് മിന്നിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതോ വലിയൊരു തവളയുടെ കണ്ണാണോ അത് എന്ന് കവി ഇവിടെ ചോദിക്കുകയാണ്. നീറ്റിൽ കിടക്കണത് എന്താണ്ടോ അത് മാനത്തെ മാണിക്യ മുത്താണോ. അതുപോലെ വെള്ളത്തിൽ കിടന്ന് തിളക്കുന്നത് ആകാശത്ത് നിന്ന് വീണ മാണിക്യ മുത്താണോ എന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത്. പെണ്ണെന്നു പറയണത് എന്താണ്ടോ അത് പൊന്നിന്റെ മറ്റൊരു രൂപാണ്ടോ. പെണ്ണെന്ന് പറയുന്നത് സ്വർണമാണോ? ആ സ്വർണമാകട്ടെ മണ്ണിന്റെ ഉള്ളിലെ ചോരയാണോ എന്നൊക്കെ കവി ഇവിടെ സംശയിക്കുകയാണ്. പൊന്നെന്നു പറയണത് എന്താണ്ടോ അത് മണ്ണിന്റെ കട്ടച്ച ചോരാണ്ടോ, ഞാനെന്നു പറയണത് ആരാണ്ടോ അത് തന്നെ അറിയാത്ത ഒരാളാണ്ടോ. ഒടുവിൽ കവി ചോദിക്കുകയാണ്, ഞാൻ എന്ന് നമ്മൾ വലിയവരായി സംസാരിക്കുന്ന ഈ ഞാൻ ആരാണ്? തന്നെ കുറിച്ച് പോലും പൂർണ്ണമായി അറിയാത്ത ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് കവി ഇവിടെ പറയുകയാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഉണ്ണായി വാര്യരുണ്ടായി ഉണ്ടായതേതൊരു വാരിയത്തോ, അകത്തൂട്ട് വാരിയത്തതാകാമതെന്നാൽ പുറത്തൂട്ട് വാരിയത്തതാകാമതെന്നാൽ മറ്റേതോ വാരിയത്തതാകാം. ഏതൊരു വാരിയത്തായാലും ആ വിദ്വാൻ വാരിയത്തകത്തൂട്ടിലേറെ, എന്നിട്ട് താട്ടിയിലിരുന്നതീ തൊട്ടേറെ, എന്നിട്ട് താടി നടന്നതീ തൊട്ടേറെ, എന്നിട്ടു മൊട്ടേ പുറത്തൂട്ടിയുള്ളൂ, ഒന്നേ പുറത്തൂട്ടിയുള്ളൂ. പോരെ നളഭാഗക്കാരന് വാരിയും കോരിയും മുട്ടുവാനാകുമോ. ഇവിടെ കുഞ്ഞുണ്ണി മാഷ് മലയാളത്തിലെ മഹാകവിയായ ഉണ്ണായി വാര്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രശസ്തനായ ഉണ്ണായി വാര്യർ ജനിച്ചത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള അകത്തൂട്ടു വാര്യത്താണ് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം വെറും ഒരു കവി മാത്രമല്ലായിരുന്നു. ലോകവിജ്ഞാനവും ശാസ്ത്രവിജ്ഞാനവും എല്ലാം ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഉണ്ണായി വാര്യർ ധാരാളം കൃതികൾ എഴുതിയിട്ടില്ല. കരകവിഞ്ഞൊഴുകുന്ന വലിയ സൃഷ്ടികൾ നടത്തുന്നവർക്ക് എപ്പോഴും ധാരാളം എണ്ണം സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നളചരിതം ആട്ടക്കഥ എന്ന ഒരേ ഒരു പ്രധാന കൃതി മാത്രമാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ കുഞ്ഞുണ്ണി മാഷ് പറയുകയാണ്. നമ്മൾ സാധാരണമായി പറയില്ലേ, നല്ല കുറ്റമറ്റതും സ്വാദിഷ്ടവുമായ പാചകത്തെ നളപാചകം എന്ന്. അതുപോലെ നായകൻ നളനായുള്ള നളചരിതം ആട്ടക്കഥ അങ്ങേയറ്റം പൂർണ്ണതയോടും കുറ്റമറ്റ രീതിയിലും നിർമ്മിച്ചെടുത്ത ഒന്നാണെന്നാണ് അദ്ദേഹം ഈ വരികളിലൂടെ പറയുന്നത്. കുറഞ്ഞ കൃതികൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എങ്കിലും ലോകം ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന അത്രയും മികച്ചൊരു മഹാസൃഷ്ടിയാണ് ഉണ്ണായി വാര്യർ മലയാളത്തിന് നൽകിയതെന്ന് കുഞ്ഞുണ്ണി മാഷ് ഈ വരികളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം നോക്കാം. പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണു മാത്രം പോരാ, കണ്ണാടിയും കയ്യിൽ കൊണ്ടുപോകണം. അപ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ വെറുതെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം പോരാ, കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കാൻ കണ്ണാടി എന്ന് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരെയോ, അതായത് നല്ല കൂട്ടുകാരെയോ ഒക്കെ കൂടെ കൂട്ടണം എന്നാണ് പറയുന്നത്. വരുന്ന ആളുടെ ഗുണവും
കുറവും എല്ലാം നന്നാക്കി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. നോട്ടക്കുറവ് കൊണ്ട് അപകടം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എപ്പോഴും എടുക്കണമെന്നാണ് കവി ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അവസാനമായി 4ാമത്തെ ഭാഗം നോക്കാം. നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു, നല്ലൊരു ചൂലു മനസ്സിൽ നല്ലു. നമ്മൾ വീട് വൃത്തിയാക്കാൻ എപ്പോഴും ചൂല് ഉപയോഗിച്ച് അടിച്ചു വാരാറില്ലേ? അതുപോലെ നമ്മുടെ വീട് മാത്രമല്ല വൃത്തിയാക്കേണ്ടത്, നമ്മുടെ മനസ്സിലെ ദുർവിചാരങ്ങളെയും മോശമായ ചിന്തകളെയും ചൂലെടുത്ത് അടിച്ചു കളയുന്നത് പോലെ അപ്പോൾ തന്നെ തുടച്ചു നീക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധമാകൂ എന്ന മനോഹരമായ ആശയമാണ് കുഞ്ഞുണ്ണി മാഷ് ഇതിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണ് ഈ പാഠഭാഗം. ഇനി ഈ പാഠഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മലയാള സാഹിത്യത്തിലെ പ്രശസ്തരായ കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. ലളിതമായ വരികളിലൂടെ വലിയ ദാർശനിക ചിന്തകളും ജീവിത പാഠങ്ങളും കുട്ടികളിലേക്കും സമൂഹത്തിലേക്കും എത്തിച്ച കവിയാണ് അദ്ദേഹം. പഴഞ്ചൊല്ലുകളിലൂടെയും കടകഥകളിലൂടെയും താളവും ഒതുക്കവും ഉള്ളവയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ. ചെറിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ ഒതുക്കുന്നതാണ് കുഞ്ഞുണ്ണി മാഷിന്റെ ശൈലി. ഇനി ആ പാഠഭാഗത്തെ ഓരോ ഭാഗത്തെയും പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ കവിതയെ 4 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത്. അതിൽ ഓരോ ഭാഗത്തെയും പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആകാശത്ത് മിന്നുന്നത് ഭാഗം 1 പ്രധാന ആശയം. ആകാശത്ത് മിന്നുന്നത് തവളയുടെ കണ്ണാണോ അതോ വെള്ളത്തിൽ കിടക്കുന്ന മാണിക്യ മുത്താണോ എന്നൊക്കെയുള്ള കുട്ടികളുടെ നിഷ്കളങ്കമായ സംശയങ്ങളിലൂടെ കവി ജീവിതത്തെ സമീപിക്കുന്നു. പെണ്ണ് സ്വർണത്തിന്റെ മറ്റൊരു രൂപമാണെന്നും സ്വർണം മണ്ണിന്റെ ഉള്ളിലെ ചോരയാണെന്നും കവി പറയുന്നു. ഞാൻ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെയൊക്കെ യഥാർത്ഥ സ്വത്വം എന്താണെന്ന് സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് ഇതിലൂടെ വരച്ചു കാട്ടുന്നത്. ഭാഗം 2 പ്രധാന ആശയം. പ്രശസ്തരായ ഉണ്ണായി വാര്യരുടെ ജനനത്തെയും അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ കുഞ്ഞുണ്ണി മാഷ് ഈ കവിതയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലിക്കുടയിലുള്ള അകത്തൂട്ട് വാര്യത്താണ് അദ്ദേഹം ജനിച്ചതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ലോകവിജ്ഞാനവും ശാസ്ത്രവിജ്ഞാനവും എല്ലാം ആഴത്തിൽ മനസ്സിലാക്കി അദ്ദേഹം എഴുതിയ ഒരേ ഒരു പ്രധാന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. കുറ്റമറ്റ പാചകത്തെ നളപാചകം എന്ന് പറയുന്നത് പോലെ അങ്ങേയറ്റം പൂർണ്ണതയോടും കുറ്റമറ്റ രീതിയിലുമാണ് അദ്ദേഹം ആ കൃതി സൃഷ്ടിച്ചിരിക്കുന്നത്. വിവാഹം എന്നത് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണുകൊണ്ട് മാത്രം കണ്ടാൽ പോരാ, കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കാൻ കണ്ണാടിയെയും, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല കൂട്ടുകാരെയോ മുൻകരുതലോ കൂടെ കൂട്ടണം എന്നതാണ്. വരുന്ന ആളുകളുടെ ഗുണവും കുറവും എല്ലാം നന്നായി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ എന്ന വലിയൊരു ജീവിത പാഠമാണ് കവി ഇതിലൂടെ പങ്കുവെക്കുന്നത്. വീട് വൃത്തിയാക്കാൻ നമ്മൾ ചൂല് ഉപയോഗിച്ച് അടിച്ചു വാരാറില്ലേ? അതുപോലെ നമ്മുടെ മനസ്സിനുള്ളിലെ ദുർവിചാരങ്ങളെയും മോശമായ ചിന്തകളെയും ചൂലെടുത്ത് അടിച്ചു കളയുന്നത് പോലെ അതുപോലെ നമ്മുടെ മനസ്സിനുള്ളിലെ ദുർവിചാരങ്ങളെയും മോശമായ ചിന്തകളെയും ചൂലെടുത്ത് അടിച്ചു കളയുന്നത് പോലെ അപ്പോൾ തന്നെ തുടച്ചു നീക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധമാകൂ എന്ന മനോഹരമായ സന്ദേശമാണ് കവി ഇതിലൂടെ നൽകുന്നത്. ഈ പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ ലളിതമായ പഠന വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യൂ.